എടാ, ഈ സ്ഥലം എന്റെ കുടിയറപ്പാണ്. മര്യാദക്ക് തിരിച്ചു പോകുന്നതോ? മൂപ്പം വരാതെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഈ ബൈക്ക് പോകുമ്പോ ഈ കുടിൽ ഇവിടെ ഇല്ലായിരുന്നു സാർ. ഇത് ഇന്നലെ രാത്രിയിൽ അവർ വെച്ച് കെട്ടിയതാ. ആരാടാ ഈ കുടിലുടമ? ഇത് രാഘവ പണിക്കർ സാറിന്റെ. അങ്ങനെ എനിക്ക് പതിച്ചു തന്നാവും കള്ളച്ചാരായം മാറ്റാൻ. സാറെന്താ അങ്ങനെ പറയുന്നത്? കൊട്ടുപിടിച്ചാക്കോ, ആനക്കൊമ്പ് കേസിൽ നീ എന്നാ പുറത്തു വന്നത്? വീണ്ടും അകത്തേക്ക് പോണോ? സാർ, എനിക്കിതിൽ കാര്യമൊന്നുമില്ല. ഞാൻ ചുമ്മാ. എന്നാ നിങ്ങൾ മാറിപ്പോണം. ഇത് സർക്കാർ വനമാണ്. എന്റെ അറിവിൽ ഇവിടെ ആർക്കും സ്വകാര്യ ഭൂമിയില്ല. നിങ്ങൾ തിരിച്ചു മാറ്റി പോണം. എടുക്കാൻ പറയണ വണ്ടി. നമ്മളെ നാട്ടിൽ നിന്ന് വേദം കൂടിയ പൊലയൻ ചാത്തന്റെ മോനല്ലത്? പൊലയനല്ല, ക്രിസ്ത്യാനിയ, സണ്ണി വർഗീസ്. ആരായാലും എന്താ, ചെറുപ്പത്തിൽ ഈ ചെക്കൻ കുഞ്ഞിന്റെ അമ്മന്റെ കയ്യിൽ നിന്ന് എത്ര കഞ്ഞിയും ചോറും വാങ്ങി കഴിച്ചാന്നറിയോ? നമ്മില്ലാത്ത ജാതി കണ്ടിട്ടൊന്നും മിണ്ടിയ പോലില്ല. അവന്റെ ഒരു കാൽസായും തൊപ്പിയും പത്രാസും. അനാവശ്യമൊന്നും പറയണ്ട. അവൻ ഇവിടുത്തെ റേഞ്ച് ഓഫീസറാ. അച്ഛനോട് എത്ര തവണയായി പറയുന്നു? നിന്റെ തന്ത ഇവിടുത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആണോ? റേഞ്ചറെ സ്ഥലം മാറ്റാൻ. ഇതുപോലെ ഏറ്റുമുട്ടി നാണം കിടുന്നതിന് പകരം വല്ല കള്ളോ വെള്ളോ വാങ്ങിച്ചു കൊടുത്താലേ വശത്താക്കാൻ ശ്രമിക്ക്. ഇതുവരെ അതിന് കഴിഞ്ഞില്ലല്ലോ നിനക്ക്. നാളത്തെ കോയിലെടുക്കാൻ ചന്ദനത്തടയില്ലെന്ന് സർക്കാർ കോട്ടയം കാത്തിരുന്ന ഫാക്ടറി കൂട്ടേണ്ടി വരും. എന്താ, അതിന് ഞാൻ തന്നെ പോണോ? വേണ്ട. അച്ഛന്റെ വഴിയിലേക്ക് തന്നെ മോനെ വിടുകയാണോ? കാട്ടിലെ തടി മോഷ്ടിക്കാനും കേസിനും കയ്യേറ്റത്തിനും. എടീ, നാട്ടുകാരെന്നെ വിളിക്കുന്നത് കാട്ടുരാജാവെന്ന. എന്റെ മോനെ ഞാൻ കാട്ടിലെ ചക്രവർത്തിയാക്കും. നീ പോയി നിന്റെ പണി നോക്ക്. നമ്മുടെ ആളിലാരെങ്കിലും ഉണ്ടോ അവിടെ? നമുക്ക് മനസ്സിലായില്ല. മനസ്സിലായിക്കോളും. ബാലകൃഷ്ണൻ അടിയന്തരായിട്ട് ആ റേഞ്ച് ഓഫീസർ പോയി ഒന്ന് കാണണം. എന്തിനാ? എനിക്ക് അയാളെ കാണേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഞമ്മക്കുണ്ട്. നിങ്ങൾ തമ്മിൽ ലോകക്കാരാണെന്ന് ഞമ്മക്കറിയാം. എല്ലാ കഥയും മൂപ്പൻ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ തറവാട്ടില് അടിയാളന്മാരായി പണിയെടുത്തവരാണ് അങ്ങയുടെ അപ്പം കാരണവന്മാരെന്നും ഒരുപാട് സഹായം ആ വീട്ടുകാര് അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവൻ നേരായിട്ട് ഇന്ന് പ്രത്യേകം കാണണമെന്നും പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ വെക്കോളി, ഇല്ലെങ്കിൽ എല്ലാം കെട്ടിപ്പെറുക്കി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. മൂപ്പരുടെ സഹായം ഇല്ലാണ്ട് പറ്റൂല. ഞാൻ ജീപ്പ് തരാം. വേണ്ട, ഇവിടെ അടുത്തല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രാവിലെ റോട്ടുമേൽ തുടങ്ങിയതാ. നാളെ അവന്മാർ എവിടെയാ വെച്ച് കിട്ടാന്ന് ആർക്കറിയാ? എല്ലാ കോപ്പിലും ഇത് പതിവാ. മരം വെട്ടാൻ വരുമ്പോ സ്ഥലത്തിനില്ലാത്ത അവകാശവും പറഞ്ഞ് വഴിമുടക്കാൻ ചിലരെത്തും. ചില്ലറ കാശ് കെട്ടാനാ. ഒരു കൊല്ലത്തേക്കല്ലേ ലേലം. കേസിന് പോയാൽ വിധി പറയാൻ വർഷങ്ങളാവും. അവിടെ ശക്തി കൊണ്ടേ ജയിക്കാനും. ഈ തർക്കത്തിനിടയിൽ ഞാൻ അവിടെ വെച്ച് ബാലനോട് സ്നേഹമോ പരിചയമോ കാണിച്ചാൽ അതൊരു ചേരി തിരിവായി മറ്റുള്ളവർ കണക്കാക്കും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. വാ. ഇരിക്കൂ. നിങ്ങളുടെ ഭാഗം കഴിഞ്ഞു എന്നറിഞ്ഞു. അമ്മയും ബാലകൃഷ്ണൻ തറവാട്ടിലല്ലേ? അതെ. വേണ്ട. അപ്പോ അമ്മയ്ക്കാരാ കൂട്ട്? ആരുമില്ല. ബാലൻ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ആദ്യത്തെ ശ്രമത്തിൽ ഓർമ്മയുണ്ടല്ലോ, ഇന്റർവ്യൂവിന് നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്നേക്കാൾ മാർക്ക് കുറവായിട്ടും തനിക്ക് ജോലി കിട്ടി. സവർണനായതുകൊണ്ട് എന്നെ തട്ടിപ്പോയി. സത്യത്തിൽ ഒരു നായരായി ജനിച്ചതിൽ അന്നാണ് എനിക്ക് ദുഃഖം തോന്നിയത്. പിന്നെ ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് ഒന്നും തരപ്പെട്ടില്ല. നൗ ഐ ആം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദിസ് ജോബ്. കഴിക്കൂ. മൂപ്പം പറഞ്ഞ കാര്യത്തിൽ സണ്ണിയുടെ സഹായം വേണം. ഷുവർ.
നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ വേണ്ടത് ചെയ്തു തരും. ജോസ് എന്നാണ് പേര്. ആദിവാസികളുടെ ഇടയിൽ അയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. എ ഫിയർലെസ് സോഷ്യൽ വർക്കർ. അനക്കൊരു ചെറിയ വയറിളക്കം വന്നാ അങ്ങേര് കിടന്ന് ചാവുമല്ലോ. ബാക്കിയുള്ളതിന് 3 ദിവസം ഇളക്കം തുടങ്ങിയിട്ട് പുള്ളിക്കത് വല്ല അനക്കമുണ്ടോ? വേളയാർക്ക് കൊമ്പും വായില്ലാത്തതുണ്ടോ അന്നെ പോലെ? എന്തിളക്കാന്ന് ആര് കണ്ടു ഭഗവാനെ? നാടനോ കാടനോ ഓളറിയോ എന്താന്ന്? മിസ്റ്റർ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആനയുടെ ആളല്ലേ നിങ്ങൾ? അതെ പാപ്പാൻ. ആ, ഞാൻ കണ്ടു ആനയും തെളിച്ചു വരുന്നത്. ഇന്ന് നിങ്ങളുടെ ജോലിയൊന്നും നടന്നില്ലേ? നാളെയും മുടങ്ങും പണി. ആ രാഘവ പണിക്കരെ പിണക്കി ഇവിടെ ആരും വാഴാൻ നോക്കണ്ട. അയാളൊരു മുഷ്കനാ. അപ്പൊ ഇനി കുഴപ്പമുണ്ടാവോ? സംശയം എന്താ? ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കാം മധ്യസ്ഥനായിട്ട്. ഞാൻ മാനേജറെ വിളിക്കാം. വേണ്ട, അതിനുമുമ്പ് എനിക്കല്ല കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ ആരാ മനസ്സിലായില്ല? കോഷി. കോശിയോ? കോഷി ചെറിയാൻ. ആ, ഈ മലയിൽ നിങ്ങളെ പോലെ തടി വെട്ടാൻ വരുന്നവരുണ്ട്, കക്കാൻ വേറെയും. കച്ചവടത്തിനും ശിക്കാറിനും എത്തും ചിലര്. ഇവന്മാർക്കെല്ലാം ഈ കോശിയുടെ സഹായം വേണ്ടി വരും. വെടിയിറച്ചി ഇഷ്ടമാണോ? മാന്, മുയല്, കുയില്, മയില്. ഈ കാട്ടിൽ മയിലുണ്ടോ? ഇറങ്ങി വന്നാ കാണിച്ചു തരാം. ഈ തണുപ്പത്തിപ്പോ തണുപ്പൊക്കെ നമുക്ക് മാറ്റാം. ഒന്ന് വാസന ചോക്കിയേ. എന്റെ ഗുരുവായൂരപ്പ, ഇവനെ തേടി എവിടെയല്ല നടന്നു. കശുമാങ്ങ വാറ്റിയതാ സാധനം. എങ്ങനുണ്ട്? ഒരു കവളിറക്കി നോക്കാതെ എങ്ങനെ പറയാം? ഇറക്കാം. തൽക്കാലം തണുപ്പ് മാറ്റാൻ എവനെ ഒന്ന് പിടിച്ചോ. അസൽ കഞ്ചാവാ, ഇവിടെ നട്ടു തനിച്ച് വളർത്തിയതാ. നമ്മുടെ പേര് പറഞ്ഞില്ല. കേളു നായർ. കേളുകാരെന്ന് വിളിക്കും. അമ്മത്താവഴി നോക്കിയാ ഞാനും നായരാ. അപ്പനപ്പൂപ്പന്മാര് മുഴുവൻ നമ്പൂരിമാരായിരുന്നു. തോമസ് ലീഹ കേട്ടിട്ടുണ്ടോ? അടിവാരത്ത് ബ്രാൻഡ് ഷോപ്പ് നടത്തണേ. അത് തോമസ് ആൻഡ് സൺസ്. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പുണ്യാളന്റെ പേരാ, സെന്റ് തോമസ്. അങ്ങേര് മാമോദിസ മുഖ്യ കുടുംബമാണ് എന്റേത്. ബാക്കി ഈ മലയിൽ കാണുന്ന നസ്രാണികൾ മുഴുവനും പറയരെയും പോലേരെയും അടക്കം എന്റെ കാരണവന്മാര് മാർഗം ചേർത്തതാ. ഏതോ ഈ പന്തക്കാരി ഇന്നലെ വഴക്കുണ്ടാക്കാൻ വന്ന പാർട്ടിയാണോ? എന്റെ ഈശോമാരി ഔസേപ്പേ, ചതിച്ചോ? ആ രാഘവ പണിക്കരുടെ ഉണ്ടകളാവും. ഇന്ന് വെട്ടും കുത്തും നടക്കുമല്ലോ. എന്റെ കർത്താവ് തമ്പുരാനെ, എന്റെ കൈ വിടുക. ഓടിയാ വെടിവെക്കും. പതിഞ്ഞോ? എന്റെ ഗുരുവായൂരപ്പ, രക്ഷിക്കണേ ഭഗവാനെ. ആരാ ബാലകൃഷ്ണൻ? ഞാനാ. റേഞ്ചർ സാർ പറഞ്ഞായിരുന്നു ഇവിടുത്തെ പണിക്ക് കുറച്ചുപേരെ തരാൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കണ്ട് സംസാരിക്കാനാണ് ഏൽപ്പിച്ചത്. ആ, മാനേജരോടെ വിളിക്കേ. കേടുന്നേര് പേടിക്കണ്ട, ഇനി വന്നേ. ഇവന്മാര് ആദിവാസികളാ. അപ്പ സംസാരിക്കുന്നതോ? അത് ജോസ്. ഈ കാടന്മാരുടെ നേതാവായതുകൊണ്ട് ഇവനെ ആദിവാസി ജോസ് എന്നാ വിളിക്കുന്നത്. വല്ലാത്തതാ കുപ്പി. എന്റെ കർത്താവേ, കഞ്ചാവിന്റെ പുറത്ത് ചാരായോ? ദേശത്തെ മുതലാളിമാരുടെ പാടത്തും പറമ്പത്തും രാപ്പകൽ ഉഴച്ചവരായിരുന്നു ഇവർ. അവിടുത്തെ സുഖം കൊണ്ട് പൊറുതി മുട്ടിയാ വിട്ടുപോകുന്നത്. അതുപോലെ നിങ്ങളും ഇവരെ സൂചിപ്പിച്ചേക്കരുത്. ഇല്ല, ചെയ്ത ജോലിക്ക് ഈ മിണ്ടാ പണികൾക്ക് കൂലി കൊടുത്തേക്കണം. ബാലകൃഷ്ണൻ ഏറ്റല്ലോ? ഏറ്റു. ആ മുത്തു, അവ പറഞ്ഞ പോലെ നാളെ കാലത്ത്. ശരി. എന്നെ പിടിച്ച് താഴ്ത്തേ. വെള്ളോ വെള്ളോ ആകാശം താനിവിടെ എത്തിയോ? സാരമില്ല, വല്ല തൈരോ മോരോ വില കൊടുക്കും. ലഹരി ഇറങ്ങട്ടെ. കഞ്ചാവാണ്. അവിടെ കിടക്കട്ടെ.